ചേട്ടാ നമസ്കാരമുണ്ട്. ചേട്ടാ എന്താ ചേട്ടാ ഇവിടെ ഈ പാടശേഖരം ആരും കൊയ്യാതെ നെല്ല് ഉപേക്ഷിച്ച് പോയത് എന്ന് പറയുന്നത് കേട്ടു. എന്താ ചേട്ടാ അതിലെ വസ്തുത എന്താണ്? ഇതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നെല്ല് വിത്ത് വിതച്ച് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പ് വെള്ളം നമ്മുടെ ഈ തോടുകളിൽ മുഴുവൻ ഉപ്പ് കയറി. ആ. ഉപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം തുറന്നു വിട്ട് നമ്മൾ വിത്ത് ആദ്യത്തെ വെള്ളം തുറന്നു വിടണം. പക്ഷെ ആ തുറന്നു വിടുന്ന സമയത്താണ് ഈ ഉപ്പ് വെള്ളം കയറിയത്. പക്ഷേ വെള്ളം ഞങ്ങളൊരു 10-20 ദിവസത്തോളം ഞങ്ങൾ തുറന്നു വിടാതെ കൊണ്ട് നിന്നു. പക്ഷെ അങ്ങനെ നിന്നെങ്കിലും പിന്നെ വെള്ളം കൊടുക്കണ്ടേ. അപ്പോഴത്തേക്കും തൂമ്പിൽ കൂടെ വെള്ളം കയറ്റാൻ തുടങ്ങി. അത് മുഴുവൻ വെള്ളം കയറി. ചെറിയ ഉപ്പേ ഉള്ളായിരുന്നു. പിന്നെ ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള ഉപ്പായി, വെള്ളമായി. ആ ഒറ്റ വിത്തില്ലാതെ മുഴുവൻ കരിഞ്ഞു പോയി. രണ്ടാമത്തെ പ്രാവശ്യം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞങ്ങൾ വീണ്ടും വിതച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി നെല്ല് ചെടിയായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീണ്ടും ഉപ്പായി. വീണ്ടും ഉപ്പ് വന്ന് കയറി. ഈ ഉപ്പ് കൊണ്ട് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചൊക്കെ പിടിച്ച് നിന്നാത് കുറച്ച് ചെടികളൊക്കെ കുറച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് ഒരു 1-2 കണ്ടമൊക്കെ ചിലർക്ക് പിടിച്ചു. ആ നെല്ലാണ് ഈ കിടക്കുന്നത്. ഇതാണല്ലേ? ഇതാണ് 15 ഏക്കറിലെ നെല്ലാണ് കണ്ട അത്രയും കിട്ടിയത്. ഓ ശരി ശരി. 15 ഏക്കർ നെല്ലാണ് ആ കിടക്കുന്നല്ലേ? നെല്ലാണ് ആ കിടക്കുന്നത്. എങ്ങനെ മുതലാകും? അത് ഒരു വിധത്തിലും മുതലാകില്ല. കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇനി കൃഷി ചെയ്യാനായിട്ട് പുതിയ തലമുറ ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ വരില്ല. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ഇപ്പൊ അവരുടെ കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാടമൊക്കെ ഇങ്ങനെ തരിശായിട്ട് കിടക്കത്തില്ല. അതുവരെ ഈ ഇത് നമുക്ക് മുന്നോട്ട് കൃഷി ചെയ്ത് പോകണമെന്നുണ്ടെന്ന് ഒരിക്കലും ഗവൺമെന്റിന്റെ നല്ലൊരു സഹായം ഈ പാടത്തിന് കിട്ടിയില്ലെന്ന് ഒരിക്കലും നമുക്ക് അടുത്ത വർഷം ഈ കൃഷി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് ഏകദേശം എന്ന് മാത്രമുണ്ട് ഈ പാടശേഖരം എത്രയുണ്ട്? പാടം 300 ഏക്കറുണ്ട്. 300 ഏക്കറാണല്ലേ? 300 ഏക്കറിലെ 6-8 കിലോമീറ്ററോളം നമുക്ക് പുറംബണ്ട് വേണം. ഈ പുറംബണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. സകല സംഗതികളിലും പോയി ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് കാണുകയും അവർ ഈ അളന്ന് എവിടെയൊക്കെ നിങ്ങൾക്ക് കൽക്കട്ട് വേണമെന്നൊക്കെ ചോദിച്ച് പോയി ഞങ്ങൾ ഇവരെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. അവരൊരു എസ്റ്റിമേറ്റ് ഇട്ടു. ഇനി നിങ്ങൾ ബന്ധപ്പെട്ടവരെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരിവിടുന്ന് പോയിട്ട് ഇതുവരെ ആയിട്ട് ഒരു കണക്കും ഇവിടെ കണക്കൊന്നുമില്ല. അപ്പോൾ ചേട്ടാ ഇതിൽ നിങ്ങൾ ഇപ്പം എത്ര ഏക്കർ കൊയ്തു? നിങ്ങൾ? ഞങ്ങളിപ്പം 60 ഏക്കർ കൊയ്തിട്ടുണ്ട്. 60 ഏക്കർ കഷ്ടിച്ച് 60 ഏക്കർ. 300-ലെ 60 ഏക്കറാണ് കൊയ്തിരിക്കുന്നത്. 300 ഏക്കറിലെ 60 ഏക്കറാണ് കഷ്ടിച്ച് കൊയ്തിരിക്കുന്നത്. ഒരു കിൻഡൽ പോലും കിട്ടാൻ സാധ്യതയില്ല. ഏക്കറിനകത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന 1/2 കിൻഡല. പക്ഷെ ഞാൻ വിതച്ചു. ഇത്രയും വിതച്ചെങ്കിൽ അതങ്ങ് കൊയ്തെടുക്കണമെന്നുള്ള ഒരു നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇത് കൊയ്തെടുത്തതാ. വേറെ ആരും കൊയ്യുന്നില്ലേ? ആരും കൊയ്യുന്നില്ല. കാരണം കൊയ്ത ആൾക്കാർ മുതലാകത്തില്ല. ബാക്കി എല്ലാം നെല്ല് വരെ ഉപേക്ഷിച്ചു. പക്ഷെ ഈ നെല്ല് ഇപ്പൊ കൊയ്ത് ഇട്ടിട്ട് 1 മാസത്തോളമായി. ഒരു മനുഷ്യൻ വന്ന് നോക്കാനോ ഒരു മനുഷ്യർ വന്നപ്പോ ഞങ്ങൾ പാടി ഓഫീസറെ വിളിക്കുന്നുണ്ട്. ആരും ഒരു പറയാമെന്ന് മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ. ഇപ്പോഴും ഇവിടെ നെല്ല് കിടക്കുന്ന കൃഷിക്കാരെ ഈ ഉള്ള നെല്ലെങ്കിലും അവർ വെറുതെ ആണെങ്കിലും മണ്ണ് എടുത്തുകൊണ്ട് പോകട്ടെ, എന്നാലും ഞങ്ങൾ കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു മട ഇതിനകത്ത് വന്ന് വീണു. ഒരു മട ഈ പുറംബണ്ടില് ഏറ്റവും കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു മട, ഈ പുറംബണ്ടിന്റെ ഒരു മട വീണു. അത് നല്ല ഒരു 4 ആള് വീതിയുണ്ടത്. അതുപോലെ തന്നെ ഒരു 2 ആൾ താഴ്ചയിലുമാണ് ആ മട വീണത്. ആ മട വീണ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൃഷി ഓഫീസിൽ പറയും, അവർ വന്നത് കാണുകയൊക്കെ ചെയ്തിരുന്നു. ഒരു മഴ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആനുകൂല്യങ്ങളും അവിടെ കിട്ടിയിട്ടില്ല. അത് ഇവിടെ നല്ല കൃഷിക്കാർ. വണ്ട് എത്ര മീറ്റർ ഉണ്ട്? വണ്ട് മൊത്തത്തിൽ ചുറ്റളവ് എത്ര? 6 കിലോമീറ്ററോളം വരും മൊത്തം ചുറ്റളവ്. മൊത്തം ചുറ്റളവ് 6 കിലോമീറ്റർ വരും. 6 കിലോമീറ്റർ വരും. സർക്കാരിൽ നിന്ന് ഒരു ഭാഗത്തുനിന്ന് ഒരു സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതുവരെ ഒരു സഹായം കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്തോ, വേണമെങ്കിൽ നിങ്ങൾ നശിച്ചോ അല്ലേ? ആ ഒരു കാഴ്ചപ്പാടാണല്ലേ? ആ ഒരു കാഴ്ചപ്പാടാണ്. വേണമെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്താൽ ഇനി കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ 10 കിലോ 12 കിലോ 15 കിലോ ഒക്കെയാണ് കിഴിവ് ചോദിക്കുന്നത്. ഈ കരിനിലത്തിൽ ഞങ്ങൾ ഈ 15 കിലോ ഒക്കെ കിഴിവ് കൊടുത്തു ഞങ്ങൾ എന്താ വെറുതെ ഞങ്ങൾ എഴുന്നേറ്റ് പോകും. നിങ്ങൾ ഇനി മുതൽ കൃഷി ചെയ്യേണ്ട. അതാണ് അതിന്റെ മെസ്സേജ്. അതാണ് തൊഴിലാളികളുടെ പണി പോകും. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തൊഴിൽ നമ്മളെ ഒരു ഈ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഇവിടെ പുല്ല് കൃഷി ചെയ്യാതെ കിടന്നപ്പോഴത്തേക്കും കയറിയ ഈ കടകളാണ് ഈ കിടക്കുന്നത്. കൃഷി ഇപ്പൊ ഈ കണ്ടം മുഴുവൻ ഈ കടകൾ കയറി ഇതുപോലെ ആവും. അതാണ് ഈ കൃഷിക്കാർ എന്തും ഇല്ലെങ്കിലും കൃഷി കൊണ്ടുവന്ന് വിതയ്ക്കുന്നതും ഈ മെഷീൻ ഇറക്കിക്കുന്നതും ഒക്കെ കാര്യങ്ങൾ. പക്ഷേ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് നല്ലൊരു സഹായങ്ങൾ ലഭിക്കുന്നില്ല. സഹായം ലഭിച്ചാൽ മാത്രമേ ഈ കൃഷി പോകത്തുള്ളൂ. ഇതുവരെയായിട്ട് ഒരു ആനുകൂല്യം പല പാർട്ടികളും വരുന്നുണ്ട്, പല മന്ത്രിമാരും ഒക്കെ വരുന്നുണ്ട്. അവർ വാഗ്ദാനത്തിൽ കൂടിയല്ല, അതുകൊണ്ട് പ്രവൃത്തിയിൽ ഒന്നും കാണിക്കുന്നില്ല. ശരി ശരി ചേട്ടാ.
ശരി ശരി ഓക്കെ ഓക്കെ കാരണം മാറും ഒരു പ്രവർത്തനം ഇങ്ങനെ പോകും ഓക്കെ മാത്രം തൊഴിൽ നഷ്ടപ്പെട്ടു തെങ്ങോരാമ്പടവിനെ സംബന്ധിച്ച്